ഇപ്പിയുടെ ഭാര്യയും ഉള്ളത്. പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ അഞ്ജു ചന്ദ്രശേഖരന്റെ നിരാമയ കൂടി അതിലേക്ക് വരുന്നു. ഇപ്പൊ അതിന്റെ പേര് നിരാമയ വൈദേകം എന്നാണ്. അതായത് നിരാമയ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യ, വൈദേകം എന്ന് പറഞ്ഞാൽ ഇ.പി. ജയരാജന്റെ ഭാര്യ. അതാണ് ഞാൻ പറയേണ്ട കാര്യം. എനിക്ക് അത് ചന്ദ്രശേഖരനോട് തന്നെ നിങ്ങൾ ചോദിക്കുക, അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. വൈദികത്തിൽ ആ കമ്പനിയിൽ എൻ്റെ ഭാര്യ ഒരു ഷെയർ ഹോൾഡർ ആണെന്ന് ഞാൻ ഇപ്പോഴല്ല, ഇത് 2014 തുടങ്ങിയ സ്ഥാപനമാണ്. എൻ്റെ ഭാര്യ അതിൽ ചേരുന്നത് 2022 ഷെയർ എടുക്കുന്നത്. അത് നിങ്ങൾ എനിക്ക് തോന്നുന്നത് അത് നിങ്ങൾ ചോദിക്കേണ്ടത് ആ കമ്പനിയോട് ചോദിക്കുക, അല്ലെങ്കിൽ കമ്പനിയുടെ വക്താവല്ലേ. ഒന്ന് നിരാമയ എന്ന് പറയുന്നവരോട് അവരോട് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏതെങ്കിലും കമ്പനീൻ്റെ കാര്യം പറയേണ്ട ബാധ്യതയില്ല. ഞാൻ ഈ കമ്പനിയുടെ ആരുമല്ല. എൻ്റെ ഭാര്യ ഒരു വൈദിക എന്ന് പറയുന്ന സ്ഥാപനത്തിൽ 2014 തുടങ്ങിയ സ്ഥാപനത്തിൽ 22 അവർ സർവീസ് റിട്ടയർ ചെയ്ത് വന്നപ്പോൾ അവരതിൽ ഒരു ഷെയർ ഹോൾഡറായിരുന്നു. അതിൽ അവരുണ്ട് ആ വൈദികത്തിൽ. അത് പലരും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പാലക്കാടോ മറ്റുള്ള, ഞാനൊരു ഘട്ടത്തിൽ ചികിത്സക്ക് എൻ്റെ കാലിന് ചികിത്സക്ക് വേണ്ടി പോയപ്പോൾ കോയമ്പത്തൂരിലുള്ള ആര്യവൈദ്യശാലയുടെ ഒരു റെബൽ ഗ്രൂപ്പുണ്ട്. അവരാണ് അന്ന് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ കാര്യമില്ല, കമ്പനിക്കാർ പറയുക, അവരോട് ചോദിക്കുക. ഇനി രാജീവ് ചന്ദ്രശേഖരനോട് തന്നെ നിങ്ങൾ അദ്ദേഹം ഇപ്പോൾ കൂടെ ഉണ്ടല്ലോ, പോയി ചോദിച്ചാൽ അദ്ദേഹം ചോദിക്കാൻ കാരണം സദാവിന്റെ ഭാര്യ അതിനകത്ത് ഇപ്പോഴും ഉണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും വൈദേകത്തിന്റെ ഒരു ഭാഗമാണ്. നിരാമയും രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ഉടമസ്ഥതയുള്ള സ്ഥാപനമാണ്. അപ്പം ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇത് രണ്ടും ലിങ്കാണ്. സ്വാഭാവികമായിട്ട് താങ്കൾ LDF കൺവീനറാണ്, പൊതുപ്രവർത്തകനാണ്, താങ്കളുടെ ഭാര്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കേണ്ടത്. എൻ്റെ ഭാര്യ അതിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇവിടെ നിങ്ങൾ പറയും. ഒരു ഷെയർ എടുക്കുന്ന തെറ്റാണോ? അതിൽ ആ സ്ഥാപനം എന്ത് ചെയ്യുന്നുള്ളത് ആ സ്ഥാപനം ചെയ്യേണ്ടതാണ്. അതിൻ്റെ കാര്യം പറയാനൊന്നും ഞാൻ ആളല്ല.